ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് കോഴിക്കോടൻ ചട്ടിപ്പത്തിരി, നല്ല സ്പൈസി ചട്ടിപ്പത്തിരിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചട്ടിപ്പത്തിരി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 200 ഗ്രാം ചിക്കന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. നോർമൽ മസാല വെച്ചിട്ടാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് പെപ്പറ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നോർമൽ നമ്മുടെ സമൂസയ്ക്കും കട്ട്ലേറ്റിനുള്ള മസാല തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും മസാലക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്തിട്ട് ചെയ്തിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ട് ഈ ഒരു മസാല ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് തയ്യാറാക്കുന്നത് മിക്സിയിലാണ്. അപ്പം 6 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൈസിക്ക് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടിയും ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മളൊരു വലിയൊരു ബൗളിലേക്കാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയിൽ നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇനി ചട്ടിപ്പത്തിരി ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടി ഇതുപോലത്തെ ഒരു പത്തിരി വേണം. നൈസ് പത്തിരിയാണ്, സമൂസ ഷീറ്റ് പോലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നൈസ് പത്തിരിയാണ്. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കറക്റ്റായിട്ട് ഓരോ പത്തിരിയും തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിലെ കാർഡിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്യാം. ഇനി നമ്മൾ തയ്യാറാക്കുന്ന നോൺ സ്റ്റിക്ക് പാനിൻ്റെ സൈഡ്സിലും താഴ്ഭാഗത്തുമായിട്ട് ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഓരോ പത്തിരിയും എഗ്ഗിൻ്റെയും മിൽക്കിൻ്റെയും മിക്സിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫില്ലിങ്സ് നന്നായിട്ട് വെച്ച് കൊടുക്കുക. ഫില്ലിങ്സ് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെക്കണം. ഓരോ ലെയേഴ്സിലും ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഞാനിവിടെ സെക്കൻഡ് പത്തിരിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാനിവിടെ 15 പത്തിരിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ലാസ്റ്റ് പത്തിരിയാണ് ഇവിടെ വെക്കുന്നത്. എല്ലാ പത്തിരിയും വെച്ചിട്ടുണ്ട്, 15 പത്തിരി ഇവിടെ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് പത്തിരി വെച്ച് കൊടുത്തിട്ട് ബാക്കി വരുന്ന ഈ എഗ്ഗിൻ്റെ മിക്സ് സൈഡ്സിലും അതുപോലെ തന്നെ നടുഭാഗത്തും ആയിട്ടൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സോസ് പാനിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ദോശക്കല്ലിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ നോൺ സ്റ്റിക്ക് പാന് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദോശക്കല്ലും നോൺ സ്റ്റിക്ക് പാനും ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം 20 മുതൽ 30 മിനിറ്റ് വരെ ഒരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. അങ്ങനെ
ഒരു 30 മിനിറ്റിന് ശേഷം ഇവിടെ ചട്ടിപ്പത്തിരി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കായിണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സൈഡ്സിലുള്ള എഗ്ഗൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ടെങ്കിൽ കുക്കായി കിട്ടും. അപ്പോൾ ഞാനിവിടെ വേറൊരു പാന് ഇതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതുപോലെ നെയ്യും തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ആ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കളറ് മാറി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ച് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്പൈസി ചട്ടിപ്പത്തിരീൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.